ഹലോ, ഇന്ന് മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് മീൻ കഴുകി വെച്ചത്, പിന്നെ കൊടംപുളി, പിന്നെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെന്താ പറങ്കി ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചത്, പിന്നെ കുറച്ച് ഉപ്പാണ് നമ്മൾ കറിക്ക് ആവശ്യമായത്, പിന്നെ തേങ്ങ, പിന്നെ വെള്ളം. ഇത്ര പോരെ എന്നിട്ടാണ് വേണ്ടത്. അതിന് ആദ്യം എന്ത് ചെയ്യുക, കുറച്ച് മഞ്ഞൾപ്പൊടി. ആദ്യം നമ്മൾ മിക്സ് ഉണ്ടാക്കാൻ പോവാം കേട്ടോ. അതിന് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, ആവശ്യത്തിന് എരിവിനില്ല മുളക് ഇടണം കേട്ടോ. പിന്നെ നമ്മൾ ഇടുന്നൊന്നുമില്ല, 2 പച്ചമുളക് മാത്രമേ ഇടുള്ളൂ. പിന്നെ അതുകൊണ്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും നമ്മളെ കണക്കായ ഉപ്പിടുക. പിന്നെ ചതച്ച് വെച്ച പറങ്കിയും ഈ ഇഞ്ചിയും കൂടി അതും കൂടി ഇട്ടിട്ട്, പിന്നെ കുറച്ച് കുടംപുളി, നമ്മളെ പുളിക്ക് ആവശ്യമായ കുടംപുളി ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് വെളിച്ചെണ്ണ മെയിനായിട്ടാ മിക്സ് ചെയ്യുന്ന സമയത്ത്. വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മളെ കൈയിനെ കൊണ്ട് തന്നെ ആയിട്ടാണ് മിക്സ് ചെയ്യേണ്ടത്. വേറെ കയ്യിലും അങ്ങനെ ഇങ്ങനെ ഒന്നും എടുത്തുകൂടാ, നമ്മളെ കൈയിനെ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നതിനെ പോലെ ഇരിക്കും കേട്ടോ ടേസ്റ്റ് പറയാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കണ്ടാ, ഇങ്ങനെ നന്നായിട്ട് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ചാറ് വേണ്ടുന്നില്ലേ, ചാറിന് ആവശ്യമായിട്ടില്ലേ വെള്ളം എടുത്ത് വയ്ക്കുക. വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ചാറിന് കണക്കായ വെള്ളം എടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് അതൊഴിച്ചിട്ട് കൈനെ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. എന്താ ഇങ്ങനെ വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് തിളക്കണം. നന്നായി തിളച്ച് പുളീൻ്റെയും എല്ലേൻ്റെയും ടേസ്റ്റൊക്കെ വന്നതിന് ശേഷം വേണം നമ്മളെ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ എടുത്തിടാൻ വേണ്ടിയിട്ട്. മീൻ എന്നിട്ട് നന്നായിട്ടെന്ന് പറഞ്ഞാൽ അധികം ജസ്റ്റ് വെന്ത് വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിക്കുക. മീൻ വേഗം വേവുമല്ലോ, അപ്പോൾ വേഗം തേങ്ങാപ്പാൽ ഒഴിക്കുക. തേങ്ങാപ്പാൽ നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ, അല്ലാണ്ട് മിക്സ് വാങ്ങിയതൊന്നുമല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കിയ തേങ്ങാപ്പാൽ. അതാ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക മിക്സിനെക്കാട്ടി. എളുപ്പപ്പണിക്ക് വേണമെങ്കിൽ മിക്സും ആക്കാം. എന്നിട്ട് കണ്ട ഇങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ച്, പിന്നെ ഇത് മെയിൻ കാര്യം എന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഏകദേശം എല്ലാം വെന്തതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിക്കാൻ പാടുള്ളൂ. കാര്യം തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വേഗം ഓഫ് ചെയ്യണം. തിള വരുന്നതിന് മുന്നേ ഓഫ് ചെയ്യണം എന്ന് വേണം പറയാൻ. കണ്ട വരുമ്പം തന്നെ ജസ്റ്റ് തിള വരുന്ന സമയത്ത് തന്നെ ഓഫ് ചെയ്യണം. കാര്യം അല്ല എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ പിരിഞ്ഞ് പോകും, അപ്പോൾ ആ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് തിള വരാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം. എന്നിട്ട് വറുത്തിടാൻ നോക്കുക. കണ്ട നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, വറുത്തിടാൻ വേണ്ടിയിട്ട് പാൻ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്ത ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുഞ്ഞുള്ളിയില്ലേ, ചെറിയ കുഞ്ഞുള്ളി അതിട്ടിട്ട് നല്ലോണം വഴറ്റി വരുന്നിട്ട് അത് ചുവപ്പ് കളറാവില്ലേ, ചുവപ്പ് കളറാവുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക. അപ്പം നല്ല മണവും ഉണ്ടാവും, നല്ല ടേസ്റ്റുമാണ്. കറിവേപ്പിലേൻ്റെ ഒക്കെ ഒരു നാടൻ ടേസ്റ്റില്ലേ, അതൊക്കെ വരും. അപ്പോൾ എന്ത് ചെയ്യുക, നല്ലോണം വഴറ്റി ആ ചുവപ്പ് കളറാവുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വഴറ്റിയിട്ട് ഒന്ന് കണ്ട ചുവപ്പ് കളറായിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളെ കറിയിലേക്ക് ഒഴിക്കുക. അങ്ങനെ നമ്മളെ തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ല മീൻകറി റെഡി ആയിട്ടുണ്ട്. കണ്ട കാണാൻ തന്നെ എന്ത് ലുക്കാന്ന്, ഞാനാക്കിയതുകൊണ്ട് പറയല്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. പൊതുവെ അധികം പണിയുമില്ലല്ലോ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മീൻകറിയല്ലേ. അപ്പം എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. നോക്കണം, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ചാറിലെ മീൻകറി. പിറ്റേ ദിവസത്തെ